ഗായ്സ് അങ്ങനെ നമ്മുടെ ഇയർ എൻഡ് ആയിരിക്കുമ്പോഴേക്കും ഗ്ലോബൽ എൻകാപ്പ് 4 പുതിയ ക്രാഷ് ടെസ്റ്റ് റിസൾട്ടുകളോടുകൂടി പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇഗ്നിസ്, എസ്പ്രസോ, പുതിയ സ്വിഫ്റ്റ്, അതുപോലെ മഹീന്ദ്ര സ്കോർപിയോ-N തുടങ്ങിയ 4 വാഹനങ്ങളാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റിംഗ് നിങ്ങളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കാണുമായിരിക്കും. അതായത് ജസ്റ്റ് ഒരു ഗ്ലിംസിൽ കണ്ടു കാണുമായിരിക്കും. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഈ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഗ്ലോബൽ എൻകാപ്പിൻ്റെ പുതിയ ക്രാഷ് ടെസ്റ്റ് പോളിസിയെ പറ്റി നമ്മൾ പറയേണ്ടി വരും. കാരണം ഇതിനു മുമ്പത്തെ അവരുടെ ക്രാഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ട് ഓഫ്സെറ്റ് മാത്രം അവർ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബേസിസിലായിരുന്നു അവർ റിസൾട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഒരുപാട് പുതിയ കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് ഓഫ്സെറ്റ് മാത്രമല്ല, സൈഡ് ഓഫ്സെറ്റും എടുക്കുന്നുണ്ട്. നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ സൈഡ് ഓഫ്സെറ്റ് ക്രാഷ് ടെസ്റ്റ് അവർ ആ വാഹനത്തിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ മാത്രമേ ചെയ്യുള്ളായിരുന്നു. 4 അല്ലെങ്കിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് മിനിമം വേണമായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നുമില്ല, കമ്പൽസറി ആണ്. ഏത് റേറ്റിംഗ് കിട്ടിയാലും വണ്ടി സൈഡ് ടെസ്റ്റ് ഇമ്പാക്റ്റ് അവർ ചെയ്തിരിക്കും. അതുപോലെ തന്നെ സൈഡ് പോൾ ടെസ്റ്റും ഇപ്പോൾ കമ്പൽസറി ആണ്. ഏത് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയാലും എത്ര പോയിന്റ് കിട്ടിയാലും സൈഡ് ടെസ്റ്റുള്ള, അതായത് പോൾ ടെസ്റ്റുള്ള ഇമ്പാക്റ്റ് അവർ എടുത്തിരിക്കും. പക്ഷേ ഗ്ലോബൽ എൻകാപ്പ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിന് സൈഡിലത്തെ ഹെഡ് ഇഞ്ചുറി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സംഭവങ്ങൾ വേണം എന്നാണ്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് 6 എയർ ബാഗ്സ് ആണ്, എന്ന് വെച്ചാൽ കർട്ടൻ എയർ ബാഗ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ടെസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന 3 വണ്ടികളിൽ ഒരു സൈഡ് കർട്ടൻ എയർ ബാഗ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മിക്കവാറും അവർ സൈഡ് പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. അതായത് അതിൻ്റെ ഒരു ബേസിക് റിക്വയർമെൻ്റ് ആണ് 6 എയർ ബാഗ്സ്. അതില്ലെങ്കിലും പോയിന്റ്സ് നഷ്ടപ്പെടും. പക്ഷേ ഇപ്പോൾ കമ്പനി പറയുന്നത് 30% ടോട്ടൽ സെയിൽസിൻ്റെ അകത്ത് ഈ 6 എയർ ബാഗ്സ് ഉണ്ടായാൽ മതി എന്നാണ്. പക്ഷേ ഇത് 2022 വരെ ഉള്ളൂ കേട്ടോ. 2023 ആകുമ്പോഴേക്കും 50% ടോട്ടൽ സെയിൽസ് വരുന്ന വാഹനങ്ങളിൽ 6 എയർ ബാഗ്സ് വേണം. 2024 ആകുമ്പോഴേക്കും 90% ടോട്ടൽ സെയിൽസ് വരുന്ന വാഹനങ്ങളിലും 6 എയർ ബാഗ്സ് വേണം. അതായത് എന്നാലേ ഇവർക്ക് ഇതിനനുസരിച്ചുള്ള പോയിന്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനും പോയിന്റ് പോകും. എന്ന് വെച്ചാൽ ടാറ്റയുടെ ഇപ്പോൾ വരുന്ന അൾട്രോസ്, ടിയാഗോ, ടിഗോർ, നെക്സോൺ ഈ വക വണ്ടികൾക്കൊക്കെ പ്രശ്നമാവാൻ സാധ്യതയുണ്ട് ഇതിന് ക്രാഷ് ടെസ്റ്റിന് പോവുകയാണെങ്കിൽ. മിക്കവാറും ഇതൊക്കെ വന്ന സ്ഥിതിക്ക് ടാറ്റ ഇനി പെട്ടെന്ന് അതിൻ്റെ 6 എയർ ബാഗ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. ഇതൊന്നും അല്ലാതെ ഇവരിപ്പോൾ പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. UN 127 കീഴിലാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രോട്ടോക്കോളാണ് അവർ പാലിക്കുന്നത്. ഇനി അതുപോലെ വണ്ടിക്ക് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടണമെങ്കിൽ ESP സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അതായത് എയർ ബാഗ്സിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാ വേരിയൻസിലും ESP വേണമെന്ന് അവർ പറയുന്നില്ല. പക്ഷേ എന്നാൽ വണ്ടിയുടെ വിറ്റ് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള വേരിയൻറ്റിനകത്ത് ESP വേണമെന്ന് അവർ പറയുന്നുണ്ട്. ഇനി അതല്ല എങ്കിൽ ബാക്കിയുള്ള എല്ലാ വേരിയൻസിലും കൂടി ESP കൊടുത്തിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഈ 2 പ്രോട്ടോകോൾസ് വണ്ടി പാലിക്കുന്നില്ല എങ്കിൽ എഗെയിൻ ഇതിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടണമെന്നില്ല. ഇത് വരും കാലങ്ങളിൽ അവർ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കും കേട്ടോ. എല്ലാ വാഹനങ്ങളിലും എല്ലാ വേരിയൻസിലും ESP സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 5 സ്റ്റാർ കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അനുസരിച്ച് അടുത്ത പണി വരും ബാക്കി കമ്പനികൾക്ക്. ESP ടെസ്റ്റ് എന്തായാലും ഇതുപോലെ ചെറിയ റേറ്റിംഗ് കിട്ടിയ വണ്ടികൾക്ക് അവർ ടെസ്റ്റ് ചെയ്യാറില്ല. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ വണ്ടികൾക്കാണ് ഇപ്പോൾ കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗിന് ആപ്ലിക്കബിൾ ആവണമെങ്കിൽ വണ്ടി ESP ടെസ്റ്റ് കൂടി പാസ്സാവണം, എന്നാലേ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഗ്ലോബൽ എൻകാപ്പിൻ്റെ പുതിയ ക്രാഷ് ടെസ്റ്റ് പോളിസീസ് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ സ്വിഫ്റ്റിന് നേരത്തെ 2 സ്റ്റാർ അല്ലായിരുന്നു, ഇപ്പോൾ അതെങ്ങനെ 1 സ്റ്റാർ ആയി, എസ്പ്രസോയ്ക്ക് നേരത്തെ 0 അല്ലായിരുന്നു, എങ്ങനെ 1 ആയി എന്നൊക്കെ. എന്തായാലും അതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എസ്പ്രസോ ഒരു പുതിയ മോഡലാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പുതിയ മോഡലിൽ ഡ്യുവൽ എയർ ബാഗ്സും അതുപോലെ സീറ്റ് ബെൽറ്റ് പ്രൊട്ടൻഷൻസ് വിത്ത് ലോഡ് ലിമിറ്റർ തുടങ്ങിയ സംഭവങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആണ്. സ്വിഫ്റ്റ് ആണെങ്കിലും പുതിയ മോഡലാണ് ടെസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ അകത്തൊക്കെ സീറ്റ് ബെൽറ്റ് പ്രൊട്ടൻഷൻസ് വിത്ത് ലോഡ് ലിമിറ്റേഴ്സ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് അവർ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് പക്ഷേ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഇഗ്നിസ് അവർ പ്രീ ഫേസ്ലിഫ്റ്റ് മോഡലാണ് ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇതെന്താണ് ഇങ്ങനെയെന്ന് എനിക്കൊരു പിടിയില്ല. പക്ഷേ എന്നാൽ ഇത് ഫ്രണ്ട് ഓഫ്സെറ്റ് മാത്രമേ അവർ ഈ പഴയ മോഡൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി സൈഡ് ഓഫ്സെറ്റ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. പുതിയ വണ്ടി നമ്മുടെ ആ ഗ്രില്ലൊക്കെ മാറി വന്ന വണ്ടി തന്നെയാണ് അവർ ടെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാലും ഫ്രണ്ട് ഓഫ്സെറ്റ് അവർ പഴയ വണ്ടി വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇത് മിക്കവാറും മാരുതി കൊടുത്തൊന്നും ആയിരിക്കില്ല, അവർ തന്നെ വാങ്ങി ടെസ്റ്റ് ചെയ്തതായിരിക്കും. പക്ഷേ അവർ വാങ്ങുമ്പോൾ എങ്ങനെ പഴയ വണ്ടി വാങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇനിയിപ്പോൾ ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് വേണം. എന്തായാലും പോട്ടെ. ഇനി ഇതിന് മൊത്തത്തിലുള്ള സ്കോറിംഗ് പാറ്റേണിലും വ്യത്യാസം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ വാഹനം ഇപ്പോൾ അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് ടോട്ടൽ അഡൽട്ട് സേഫ്റ്റിക്ക് കൊടുക്കുന്ന 34 പോയിൻറ്റ്സ് ആണ്. ചൈൽഡ് സേഫ്റ്റിക്ക് പണ്ടത്തെ പോലെ 49 പോയിൻറ്റ്സ് തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അഡൽട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ നേരത്തെ 17 പോയിൻറ്റ്സ് ആയിരുന്നു, അത് മാറിയാണ് ഇപ്പോൾ 34 വന്നിരിക്കുന്നത്. ഈ 34-ൽ തന്നെ 16 പോയിൻറ്റ്സ് ഫ്രണ്ടിലത്തെ ക്രാഷ് ടെസ്റ്റിന്, അതുപോലെ ബാക്കി 16 പോയിൻറ്റ്സ് സൈഡിലത്തെ ക്രാഷ് ടെസ്റ്റിന്, ബാക്കി വന്നിരിക്കുന്ന 2 പോയിൻറ്റ്സ് സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സിന് വേണ്ടിയാണ്. ഈ സീറ്റ് ബെൽറ്റ് റിമൈൻഡറിൽ തന്നെ അവർ ആക്ച്വലി 1/2 പോയിൻ്റ് ആണ് ഒരു സീറ്റ് ബെൽറ്റ് റിമൈൻഡർ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 4 സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് 2 പോയിൻറ്റ്സ് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും വണ്ടികൾ 4 സീറ്റിലും റിമൈൻഡേഴ്സ് സീറ്റ് ബെൽറ്റിന് കൊടുത്തിട്ടുണ്ടോയെന്ന്. ഫ്രണ്ടിലത്തെ സീറ്റ് ബെൽറ്റിന് എന്തായാലും റിമൈൻഡേഴ്സ് എല്ലാ വണ്ടികളും ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഈ ലിസ്റ്റിലുള്ള എല്ലാ വണ്ടികൾക്കും കിട്ടിക്കാണുമായിരിക്കും. എന്തായാലും ഇവരുടെ ഇപ്പോഴത്തെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് നമ്മൾ പണ്ടത്തെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. കാരണം പണ്ടവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡ് ഇമ്പാക്ട് ടെസ്റ്റ് സീരിയസ് ആയിട്ട് എടുക്കാറില്ലായിരുന്നു. എന്ന് വെച്ചാൽ അതിന് സ്കോറിംഗ് ഒന്നും ഇല്ലായിരുന്നു. 17 പോയിൻറ്റ്സിലായിരുന്നു. 16 പോയിൻറ്റ്സ് ഫ്രണ്ട് ഓഫ്സെറ്റും ബാക്കി ചിലപ്പോൾ സീറ്റ് ബെൽറ്റ് റിമൈൻഡറിൻ്റെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ അങ്ങനെയല്ല. സൈഡ് ഇമ്പാക്റ്റിനും അവർ സ്കോർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പം
പണ്ടത്തെ വണ്ടികൾക്ക് ഇപ്പോഴത്തെ കമ്പാരിസണിൽ സ്റ്റാർ റേറ്റിംഗ് കുറഞ്ഞ കാണുമായിരിക്കും. ഇപ്പോൾ സ്വിഫ്റ്റ് ആണെങ്കിൽ തന്നെ നേരത്തെ 2 stars ആയിരുന്നു, ശരിക്കും 3 stars കിട്ടേണ്ടതാണ്. അവരത് ഡ്യുവൽ ചാനൽ ABS-നാണ് ചെയ്തത്, 4 ചാനലിന് വരും. പക്ഷേ എന്തായാലും അതിപ്പോൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ സ്വിഫ്റ്റ് ഫ്രണ്ട് ഓഫ്സെറ്റിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കാണുമായിരിക്കും. സൈഡ് ഓഫ്സെറ്റിൻ്റെ കാര്യത്തിലായിരിക്കും അതിന് പ്രശ്നം പറ്റിയത്. അതുപോലെ തന്നെ ആയിരിക്കും ഇഗ്നിസ്, എസ്പ്രസോ എല്ലാ വാഹനങ്ങളും. എനിക്ക് തോന്നുന്നു ഇവരുടെ പണ്ടത്തെ പ്രോട്ടോകോൾസ് അനുസരിച്ചാണ് ഇവരിപ്പോൾ ഈ 3 വാഹനങ്ങളും ടെസ്റ്റ് ചെയ്തെങ്കിൽ 3 വാഹനങ്ങൾക്കും ഇൻക്ലൂഡിങ് എസ്പ്രസോ മിക്കവാറും 3 star സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയേനെന്ന്. കാരണം അതിനുള്ള കഴിവില്ലാത്ത വണ്ടികളല്ല പണ്ടത്തെ പ്രോട്ടോകോൾ അനുസരിച്ച്. പക്ഷേ അത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരുന്നു, എന്ന് വെച്ചാൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള പ്രോട്ടോകോൾ ആയിരുന്നു. ഇപ്പോൾ ഇതൊക്കെ അപ്ഡേറ്റ് ആയി വന്നതിന് ശേഷമാണ് ഇത്രയും കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയത്. ഇപ്പോഴും യൂറോ NCAPൻ്റെ അത്രയും സ്ട്രിക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ ഒരു ADAS റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇവിടെ അവരിപ്പോഴും ഒന്നും ചെയ്യാറില്ല. പക്ഷേ എന്നാലും പണ്ടത്തെ കമ്പാരിസണിൽ ഭയങ്കര വലിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സെയിം ടെസ്റ്റ് കണ്ടീഷൻസിൻ്റെ അണ്ടറിലാണ് ഫോക്സ് വാഗനെയും അതുപോലെ സ്കോഡയുടെയും കുഷാക്കും ടൈഗണും ഇവർ ആദ്യം ടെസ്റ്റ് ചെയ്തത്. അതായത് പുതിയ ടെസ്റ്റ് കണ്ടീഷൻസിൽ അവർ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത വാഹനങ്ങൾ അത് രണ്ടുമായിരുന്നു. അതിന് രണ്ടിനും തന്നെ 5 star സേഫ്റ്റി റേറ്റിംഗ് കിട്ടി. പിന്നെ സ്കോർപിയോയ്ക്കാണ് അത് കഴിഞ്ഞ് പുതിയ ടെസ്റ്റ് കണ്ടീഷൻസിൻ്റെ അണ്ടറിൽ 5 star സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. ഇതിന് പക്ഷേ അഡൾട്ടിന് മാത്രമേ 5 star സേഫ്റ്റി റേറ്റിംഗ് ഉള്ളൂ. ചിൽഡ്രൻ, അതായത് നമ്മുടെ ബാക്കിലിരിക്കുന്നവർക്ക് 3 star സേഫ്റ്റി റേറ്റിംഗ് മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും വളരെ ബേസിക്കാണ്. പക്ഷേ എനിക്കെന്താ ഈ വാഹനത്തിൻ്റെ ESP ടെസ്റ്റ് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നുന്നില്ല. കാരണം ഈ വണ്ടി വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്ന പോലെയാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുവരുടെ ടെസ്റ്റാണ്, നമുക്കറിയില്ല അവരെങ്ങനെയാണ് ഇതൊക്കെ അനലൈസ് ചെയ്യുന്നതെന്നൊക്കെ. വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടി നിങ്ങളിതിൻ്റെ ഒബ്സർവേഷൻസ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ എസ്പ്രസോയ്ക്ക് 20.03 points ആണ് എഡൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സ്വിഫ്റ്റിന് 19.19 points ആണ് എഡൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ കിട്ടിയിരിക്കുന്നത്. എസ്പ്രസോയ്ക്ക് ചൈൽഡ് സേഫ്റ്റിയിൽ 0 ആണ്. സ്വിഫ്റ്റ് പക്ഷേ 16.68 points 1 star റേറ്റിംഗ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇഗ്നിസ് 16.48 points ആണ് എഡൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. എഗെയിൻ ഇതിൻ്റെ ചൈൽഡ് സേഫ്റ്റി മോശമാണ്, 0 star റേറ്റിംഗ് ആണ്. ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ അഡൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ കൂട്ടത്തിൽ ഏറ്റവും സേഫ്റ്റി ഇല്ലാത്ത അല്ലെങ്കിൽ വൃത്തികെട്ട സേഫ്റ്റി ഉള്ള വണ്ടി എന്ന് പറഞ്ഞിരുന്ന എസ്പ്രസോ ആണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത്. അതാണ് സത്യം. അതായത് ഓൾറെഡി ഇഗ്നിസ് അത്യാവശ്യം നല്ല സേഫ്റ്റിയുള്ള വാഹനമായിരുന്നു എന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനേക്കാൾ പോയിന്റ്സ് ആണ് ക്രാഷ് ടെസ്റ്റിൽ എസ്പ്രസോയ്ക്കും അതുപോലെ സ്വിഫ്റ്റിനും കിട്ടിയിരിക്കുന്നത്. പക്ഷേ എസ്പ്രസോയ്ക്ക് സ്വിഫ്റ്റിനേക്കാൾ വരെ കൂടുതൽ പോയിന്റ്സ് കിട്ടിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ രസം. അതായത് എസ്പ്രസോ ഈ 2 വണ്ടികളൊക്കെ സേഫാണ്. പക്ഷേ എന്തായാലും ഓവറോൾ റേറ്റിംഗിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിന് ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ 1 star റേറ്റിംഗ് ഉണ്ട്, അതുപോലെ അഡൽ സേഫ്റ്റിയുടെ കാര്യത്തിലും 1 star റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓവറോൾ വിന്നർ സ്വിഫ്റ്റ് ആയിരിക്കും ഈ 3 ടെസ്റ്റ് റിസൾട്ട്സ് ഒരു മാരുതി സുസുക്കിയുടെ പുറത്ത് വിട്ടതിൽ. പക്ഷേ എന്തായാലും അഡൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ എസ്പ്രസോ തന്നെയാണ് പുലി. ഇനി സ്കോർപിയോ-ൻ്റെ കാര്യം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതിന് 5 star സേഫ്റ്റി റേറ്റിംഗ് എന്നുള്ള ലോൺ സമയത്ത് തന്നെ ഏകദേശം തീരുമാനിച്ച പോലൊക്കെ തന്നെയായിരുന്നു. അത് മഹീന്ദ്രയും പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ 5 star സേഫ്റ്റി റേറ്റിംഗ് തന്നെ കിട്ടുന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷേ അവർ ടാർഗറ്റ് ചെയ്യുന്നത് 5 star സേഫ്റ്റി റേറ്റിംഗ് ആണ്. സേഫ്റ്റി പണ്ടത്തെ സ്കോർപിയോ പോലെ മോശമായിരിക്കില്ല എന്നും അവർ ലോഞ്ച് ഇവൻറ്റിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തായാലും 5 star റേറ്റിംഗ് ഗ്ലോബൽ NCAPൽ കിട്ടുന്നത്. ഈ 4 സേഫ്റ്റി റേറ്റിംഗ്സ് ആണ് ഇപ്പോൾ ഗ്ലോബൽ NCAP പുറത്തുവിട്ടത്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം പറയേണ്ടത്. പിന്നെ എനിക്കിപ്പോൾ ഈ അടുത്ത് കിട്ടിയ റൂമേഴ്സൊക്കെ അനുസരിച്ച് പുതിയ 5th gen സിറ്റി അതുപോലെ സെലേറിയോ പുതിയ ജനറേഷൻ വന്നത്, ഇതിൻ്റെയൊക്കെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം അവസാനമൊക്കെ ആയിട്ട് വരുന്നു പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. സെലേറിയോ ഈ വാഹനങ്ങളുടെയൊക്കെ അവസ്ഥ പോലെയൊക്കെ തന്നെയായിരിക്കും. കാരണം ഇത്രത്തോളം സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ തന്നെ ഈ വാഹനത്തിന് ലഭിക്കുന്നുള്ളൂ. സ്വിഫ്റ്റിന് വരെ 1 star ആണെങ്കിൽ സെലേറിയോയ്ക്ക് പിന്നെ അതിൽ കൂടുതൽ കിട്ടുന്നൊരു ചോദ്യം തന്നെ ഉദിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഒന്നും പ്രൊഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, വന്നിട്ട് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട്ട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.